എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഒരു നെക്ക് ഡിസൈനാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഫ്രണ്ടിലെ പീസ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്ക് മാത്രം കട്ട് ചെയ്യാനേ ഉള്ളൂ. ഇത് ബാക്കിലെ നെക്ക് കട്ട് ചെയ്ത് അതേ സെയിം അളവിലാണ് ഇപ്പം നെക്ക് ഉള്ളത്. ഇനി നമുക്ക് ഫ്രണ്ടിലെ ഇറക്കത്തിന് കണക്കാക്കിയിട്ടത് കട്ട് ചെയ്യണം. അപ്പോൾ നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. ഫ്രണ്ടിലെ നെക്കിന് ഇറക്കം കൊടുത്തിട്ടുള്ളത് 5.5 ഇഞ്ചാണ്. ഈ 5.5 ഇഞ്ചിൽ ഞാനൊരു സ്ക്വയർ നെക്കാണ് ഫ്രണ്ടിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാൻ ഒരു എക്സ്ട്രാ പീസ് വെച്ച് കൊടുക്കാൻ നമുക്ക് പേസ്റ്റിംഗ് പേപ്പർ വേണം. പേസ്റ്റിംഗ് പേപ്പറിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത് നമ്മൾ നെക്ക് വിഡ്ത്ത് കൊടുത്ത അതേ വിഡ്ത്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. 3 ഇഞ്ച്, അതായത് മടക്കി ഇടുമ്പോൾ 3 ഇഞ്ച്, നിവർത്തി ഇടുകയാണെങ്കിൽ 6 ഇഞ്ച്, ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് 7 ഇഞ്ച്. ഈ ഒരു സ്ക്വയർ പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ കറക്റ്റ് അത് മടക്കിയിടുകയാണ്. മടക്കിയിട്ടതിന് ശേഷം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഞാനൊരു മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 1.5 ഇഞ്ചിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് ലൈൻ കൊടുക്കുന്നത്. അവിടെ നിന്ന് താഴോട്ടേക്കാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഒരു ഡിസൈൻ വരയ്ക്കുന്നത്. നിങ്ങൾക്ക് മുകളിൽ നിന്ന് ആ ഒരു ഡിസൈൻ വരയ്ക്കണമെങ്കിൽ അങ്ങനെ വരയ്ക്കാം. പക്ഷെ ഞാൻ കാരണം നമ്മുടെ നെക്ക് ഓൾറെഡി സ്ട്രെയിറ്റ് ആയി, അതായത് സ്ക്വയർ നെക്കാണ്. അപ്പോൾ ആ സ്ട്രെയിറ്റ് കുറച്ച് കണ്ടിന്യൂഷൻ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 1.5 ഇഞ്ച് അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തത്. അതിന് ശേഷമാണ് ഞാൻ ഡിസൈൻ വരച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. വരച്ച അളവിൽ നമ്മളിത് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്ത് നമുക്കിനി ഏത് തുണിയിലാണോ ഈ ഒരു പേസ്റ്റിംഗ് പേപ്പർ ഒട്ടിച്ചെടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ തുണീൻ്റെ ചീത്ത വശത്ത് ഇതൊന്ന് അയൺ ചെയ്തെടുക്കുക. ഈ പേസ്റ്റിംഗ് പേപ്പർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സൈഡിൽ ഒരു ഗ്ലൂ പോലെ ഉണ്ടാവും, അതായത് ഒരു സ്റ്റിക്ക് ചെയ്യും, അത് ക്ലോത്തിൽ സ്റ്റിക്ക് ചെയ്യും. അപ്പോൾ ആ ഭാഗം നോക്കിയിട്ട് നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾ അയൺ ചെയ്യുക. സാധാരണ നമ്മൾ നോർമൽ ഡ്രസ്സ് എങ്ങനെയാണോ അയൺ ചെയ്യുക അതുപോലെ അയൺ ചെയ്യുക, ചുളിവില്ലാതെ അയൺ ചെയ്തെടുക്കുക. അപ്പം നമ്മളിവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അയൺ ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ചോ എത്രയാണെന്ന് വെച്ചിട്ട് സൈഡിൽ 4 സൈഡിലും തുണി വെച്ചിട്ട്, അതായത് അത്യാവശ്യം തുണി വെച്ചിട്ട് നമ്മൾ ഇതേ ഷേപ്പ് ബാക്കി പീസ് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒന്നെങ്കിൽ ഇത് എല്ലാ അരികു വശങ്ങളും ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇത് നമുക്ക് മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പം പറ്റുന്നിടത്തോളം തട്ടത്തു കൂടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ ആ സ്റ്റിച്ച് പുറത്തേക്ക് കാണാത്ത രീതിയിൽ ചെയ്യാം. പിന്നെ ഞാനിവിടെ ലേസ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ആ സ്റ്റിച്ച് കാണില്ല. നിങ്ങൾ ലേസും വർക്കുകളും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാതെ ഗ്ലൂ വെച്ചിട്ട്, അതായത് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് 4 വശങ്ങളും ഒട്ടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അവിടെ ഒരു സ്റ്റിച്ച് കാണും. അത് നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി നമുക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതേപോലെ നല്ല തുണിയിൽ നിന്നൊരു പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത തുണീൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ നമ്മൾ ഫ്രണ്ടിലെ പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ഒരു 1/4 ഇഞ്ചിലോ 1/2 ഇഞ്ചിലോ നമ്മൾ നെക്കിൻ്റെ ഷേപ്പ് എന്താണോ എന്ന് വെച്ചാൽ ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കും. സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ബാക്കി എക്സ്ട്രാ ഉള്ള തുണികൾ കട്ട് ചെയ്തിട്ട്, അതായത് ബാക്കിൽ വെച്ച പീസിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ ആ തുണിയിൽ നെക്ക് ബാക്കി കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. ചെറിയ ചെറിയ കട്ട് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ മറിച്ചെടുക്കുമ്പോൾ ഫ്ലെക്സിബിളായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കൊടുത്ത സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ട് കൊടുത്തതിന് ശേഷം ഇപ്പം നമ്മളെ ഫ്രണ്ടിലെ തുണി ഒന്ന് നിവർത്തിയിട്ടതിന് ശേഷം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് സൈഡ് പതിച്ചടിക്കുക. പതിച്ചടിക്കുമ്പോൾ ഈ പതിച്ചടിച്ചതിന് ശേഷം ഇത് മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഇതിൻ്റെ മുകളിലായും കൊണ്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. പക്ഷേ നമ്മളിപ്പോൾ ആ സ്റ്റിച്ച് കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് കൊടുക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ ലേസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലേസ് കൊടുക്കുമ്പോൾ ഓൾറെഡി സ്റ്റിച്ച് വരും. അപ്പം പിന്നെ കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കൊടുക്കാത്തത്. ശരിക്കും ലേസ് നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം, എന്നാൽ മാത്രമേ അവിടെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുള്ളൂ. അതിനൊപ്പം തന്നെ നമ്മൾ ബാക്കിൽ ഇപ്പോൾ നെക്ക് അടിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു പീസ് കൊടുത്തിട്ടുണ്ട്. ആ പീസ് നമ്മൾ ഒരുപാട് തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് തുണി കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മടക്കിയിട്ട് ഹെമ്മിങ് ചെയ്യാം. എന്നാൽ അത് പെർഫെക്റ്റ് ആയിട്ട് അവിടെ നിന്നോളൂ. അപ്പോൾ നെക്ക് നമ്മളിവിടെ അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ നെക്ക് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു പീസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പീസ് കറക്റ്റ് സെൻറ്ററിൽ, അതായത് നമ്മൾ നെക്കിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ 4 വശവും ലേസ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അതായത് മുകൾ വശവും കൊടുക്കുന്നുണ്ട്, ബാക്കി 3 വശവും നമ്മൾ ഇതേപോലെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം ഞാൻ വേറൊരു ലേസും കൂടി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ പിന്നെ മുകളിൽ നിന്ന് മുതൽക്ക് ഇതേ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു ലേസും കൂടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ 3 ലേസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 3 പ്രാവശ്യമായിട്ട് ഞാൻ ലേസ് വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ലേസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള അത്രയും കാര്യം. ഇനി ഞാൻ ഈ നെക്കിൽ
കുന്തൻസും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ നെക്ക് ഡിസൈനായിട്ട് ചെയ്ത പീസ് വെറും പ്ലെയിൻ ആയിട്ടാണ്, പ്ലെയിൻ കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുന്തൻസ്, അതായത് നമ്മൾ ഗോൾഡൻ കളറിലുള്ള കുന്തൻസ് വെച്ചിട്ട് ഞാൻ അതായത് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് അവിടെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ നെക്ക് ഡിസൈൻ. സിമ്പിളായിട്ടുള്ളൊരു നെക്ക് ഡിസൈനാണ്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അംബ്രല ഡ്രസ്സിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ നെക്ക് ഡിസൈനും കൂടി ആകുമ്പോൾ ഒത്തിരി വലുതായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഈ നെക്ക് ഡിസൈൻ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇട്ടത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ലവ് യു ഓൾ. ടാറ്റ.